നോക്കൂ, പാർട്ടിയുമായി ഇടഞ്ഞു നിന്നിരുന്ന ശശി തരൂർ എംപിയെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതാ ചേർത്ത് നിർത്തുകയാണ് കോൺഗ്രസ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നാണ് നിർണായക നീക്കമുണ്ടായത്. ശശി തരൂരിനെ വീട്ടിലെത്തി തന്നെ പ്രതിപക്ഷ നേതാവ് കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തരൂർ സജീവമാകും. പ്രചാരണ ജാഥയിലടക്കം തരൂർ പങ്കെടുക്കും. കോൺഗ്രസിന്റെ മഹാവിജയമാണ് ആഗ്രഹിക്കുന്നതെന്ന് തരൂർ പറയുകയും ചെയ്തു. കോൺഗ്രസിന്റെ വിജയം എന്നെ ആഗ്രഹിക്കുന്ന അതിനു വേണ്ടിയിട്ട് തന്നെ ഇറങ്ങാൻ പോകുന്നത് പേടിക്കണ്ട. കോൺഗ്രസിന്റെ UDF-ന്റെയും ഒരു നല്ലൊരു വമ്പിച്ച ഭൂരിപക്ഷം കാണട്ടെ നിയമസഭയിൽ അടുത്ത തെരഞ്ഞെടുപ്പ്. ഈ ഒറ്റ പാർട്ടിയിൽ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് ഇതാണ് ആ പാർട്ടി. ഇത് 18ാമത്തെ വർഷം തുടങ്ങുകയാണ്. ഇപ്പോൾ ഒന്നും വെറുതെ ഇത് ചോദിച്ചുകൊണ്ടിട്ട് വലിയ ബുദ്ധിയില്ല കേട്ടോ. സത്യം പറയുന്നത് വെറുതെ പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. റോഷിപാലാണ് ചേരുന്നത്. റോഷിപാൽ, ഇനി വിവാദങ്ങൾക്കില്ല, മറുത്തൊരു വാക്കുമില്ല. ശശി തരൂർ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് തന്നെ. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സന്ദർശനത്തോടെ തീരുകയും ചെയ്തിരിക്കുന്നു, അല്ലേ? വിനീത, നേരത്തെ ദില്ലിയിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി വിശദമായി ശശി തരൂർ ചർച്ച നടത്തിയതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായി സംസ്ഥാനത്ത് UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചത് ശശി തരൂർ. അതിനുശേഷം കേരളത്തിലെത്തിയ തരൂരിനെ പ്രതിപക്ഷ നേതാവ് ഹൈക്കമാൻഡ് നിർദ്ദേശത്തിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച നടത്തിയത്. വീട്ടിലെത്തി ഏറെ നേരം ചർച്ച നടത്തി. അത് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങൾ ശശി തരൂർ മുന്നോട്ട് വെച്ചതായി അറിയാൻ കഴിയുന്നുണ്ട്. മാത്രവുമല്ല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന ജാഥയിൽ സാന്നിധ്യമുണ്ടാകും, ഉദ്ഘാടന ചടങ്ങിലടക്കം സാന്നിധ്യമുണ്ടാകണം എന്ന അഭ്യർത്ഥന പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥയിൽ പൂർണ്ണസമയം താൻ ഉണ്ടാകുമെന്ന ഉറപ്പാണ് അതിൽ ശശി തരൂർ വി.ഡി. സതീശന് നൽകിയത്. ഏതായാലും ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായി തന്നെ തരൂരുണ്ടാകും. അത് പ്രവർത്തകർക്ക് ആവേശമാകും. മാത്രവുമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു തീരുമാനം കൂടിയായി മാറുന്നുണ്ട്. വിനീത, ശരി. ഏതായാലും ശശി തരൂർ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുണ്ടാകും. ഹൈക്കമാൻഡ് നേതാക്കളുമായി കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തരൂർ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും ഒക്കെ കൂടിക്കാഴ്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാകാനുള്ള നിർദ്ദേശം തരൂരിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രചാരണ പ്രവർത്തനങ്ങളിൽ തരൂരിനെ പരമാവധി ഉപയോഗിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നോബിൾ മാരിക്കാരൻ കൂടി ചേരുകയാണ്. നോബിൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്നവർക്കൊപ്പം മാത്രമായിരുന്നു തരൂർ പ്രചാരണത്തിനിറങ്ങിയത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ കാര്യങ്ങൾ അതായിരിക്കില്ല. തരൂർ തന്നെയായിരിക്കും പലയിടങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കുക. താരപ്രചാരകനായ തരൂർ ഉണ്ടാകുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്, അല്ലേ? വിനിത, ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ കോൺഗ്രസിന് വേണ്ടി പരമാവധി ഇടങ്ങളിൽ പ്രചരണം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണ താൻ 56 സ്ഥാനാർത്ഥികൾ കൂടി പ്രചരണം നടത്തിയെന്നാണ് തരൂർ പറഞ്ഞത്. പക്ഷേ ഇത്തവണ അതിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ കൂടി താൻ രംഗത്തുണ്ടാകും എന്ന് തരൂർ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താണ് ഇപ്പോൾ മാറ്റത്തിന് പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ തരൂരിനെ കേൾക്കുകയും തരൂരിനോട് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും തരൂരിന് പരാതികൾ ഉണ്ടായത് വലിയ തരത്തിൽ തന്നെ അവഗണിക്കുന്നു. പാർട്ടിക്ക് അകത്ത് നിന്ന് കേരളത്തിലും ദേശീയ തലത്തിലും ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു തുടങ്ങിയ പരാതികൾ ഉണ്ടായിരുന്നു. ഒപ്പം മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി അവഗണിച്ചു എന്ന പ്രധാനപ്പെട്ട ഒരു പരാതിയായിരുന്നു. എന്താണെങ്കിലും ആ കാര്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും 2 മണിക്കൂർ സമയമെടുത്താണ് കേട്ടത്. അതിനുശേഷം കൃത്യമായ മറുപടിയും ഒപ്പം തരൂരിന് ഈ പാർട്ടിക്ക് ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കേരളത്തിൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും കൃത്യമായ പരിഗണന തരൂർ നൽകും എന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. അതുമാത്രമല്ല, മുന്നോട്ടുള്ള പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിലും വേണ്ട നേതൃത്വം വേണ്ട തീരുമാനം എടുക്കും എന്നും ഇതിൽ അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ തരൂരിനെ പൂർണ്ണമായും പാർട്ടിക്ക് ഒപ്പം നിർത്തേണ്ട ആവശ്യകത ഹൈക്കമാൻഡിന് അറിയാം. ആ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി തരൂരിനെ കേൾക്കുകയും ഇത്തരത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുകയും ചെയ്തത്. മുൻപ് പല ഘട്ടങ്ങളിലും പ്രത്യേകിച്ച് ഹിമന്ത ബിശ്വ അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസ് വിട്ടു പോയത് തങ്ങളെ കേൾക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല എന്ന് വ്യക്തമായിക്കൊണ്ടായിരുന്നു. അതായത് തരൂർ പോകുന്നത് കേരളത്തിൽ വലിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമെന്ന് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഏതായാലും തരൂരിനെ കേട്ടുകൊണ്ട് തരൂരിന്റെ പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാക്കി അതെല്ലാം പരിഹരിച്ച് തരൂരിനെ ഇപ്പോൾ ഒപ്പം നിർത്തിയിരിക്കുന്നത്. ആ ഊർജ്ജമാണ് തരൂർ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തതാണെങ്കിൽ തരൂർ വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകും. ഒരു സ്റ്റാർ ക്യാമ്പയിനർ തന്നെയായിരിക്കും തരൂർ കേരളത്തിന്റെ കാര്യത്തിൽ സംശയം ഇല്ല. വിനിത, ശരി. ഏതായാലും തരൂർ കോൺഗ്രസിന് വേണ്ടി സജീവമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങും. സ്റ്റാർ ക്യാമ്പയിനറായി മാറുമെന്നാണ് നോബിൾ മാരിക്കാരനും ROഷിപാലും നൽകുന്ന വിവരം.